ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ബ്രെഡ് കൊണ്ട് ഒരു പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. എളുപ്പത്തിലൊരു പായസം. അതിനായി 8 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. 8 കഷ്ണം ബ്രെഡ്. അതിൻ്റെ സൈഡ് ഇങ്ങനെ വെട്ടിയിട്ട്, വെട്ടണമെന്നില്ല, കൈ കൊണ്ട് ഇങ്ങനെ നുള്ളി പറിച്ചാലും മതി. ഇനി പാലൊഴിക്കാൻ പോവുകയാണ്. 1/2 ലിറ്റർ പാലാണിത്. പാല് നന്നായിട്ട് തിളച്ച് വരണം. പാല് നന്നായിട്ട് തിളച്ച് വന്നു. ഇനി ഈ ബ്രെഡ് നന്നായിട്ട് ഇങ്ങനെ പൊടിക്കണം. നന്നായിട്ട് പൊടിച്ച ബ്രെഡ് പാലിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഇങ്ങനെ നല്ലോണം ഇളക്കിയിട്ട്, അപ്പോഴത്തേക്കിന് ഇത് ബ്രെഡ് ഇതിൽ കിടന്നിട്ട് വരുന്നു. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാ. പഞ്ചസാര ഒരു ബൗൾ നിറയെ പഞ്ചസാര ഉണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റി സാധനമാണ്. കുട്ടികൾക്കെന്നല്ല, എല്ലാവർക്കും കഴിക്കാം. പെട്ടെന്നാവുകയും ചെയ്യും. പാലും ഒന്ന് തിളയ്ക്കേണ്ട താമസമേ ഉള്ളൂ. മറ്റതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ അത് പെട്ടെന്ന് ചെയ്യാതെ. നല്ല കുറുകിയ പായസമായിട്ട് വരും. ഇത് വെന്ത് കഴിഞ്ഞു. ഇനി ഇത് മാറ്റി ഇങ്ങോട്ട് വെച്ചു. ഇനി നെയ്യാണ്. നെയ്യിൽ അണ്ടിപ്പരിപ്പ്, നെയ്യ് ഒന്ന് ചൂടാവട്ടെ. അണ്ടിപ്പരിപ്പ്, നെയ്യൊക്കെ ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നതാണ്. പാല് വാങ്ങി, നല്ല പാലാണ്, നല്ല പശുവും പാല് കിട്ടാനുണ്ട്. അത് വാങ്ങിയിട്ട് തൈരാക്കി ഇങ്ങനെ കടഞ്ഞെടുത്തിട്ട് ഈ വെണ്ണയാക്കി കടഞ്ഞെടുക്കുന്ന, അല്ല, ഇത് വെണ്ണയാക്കിയിട്ട് ഇത് ഉരുക്കിയെടുക്കുന്ന നല്ല നെയ്യാണ്. ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ടു. ഇതൊന്ന് ചുവന്ന് വരട്ടെ. ചുവന്ന് ബ്രൗൺ നിറമായിട്ട് വരിക. നല്ല ബ്രൗൺ നിറായി. ഇത് ഇതിലേക്ക് ഞാൻ ഈ പായസത്തിലേക്ക് ഇടുകയാണ്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് മുന്തിരി ഒന്ന് നന്നായിട്ട് കോളായിട്ട് വന്നു കഴിഞ്ഞാൽ, ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ
അതും കൂടെ ഇതാ നെയ്യോട് കൂടെ ഒഴിച്ചു. ഇനി ഏലക്കായ, ഒരു 8 ഏലക്കായ പൊടിച്ചതാണിത്, അതും കൂടെ ഇട്ടു. അടിപൊളി പായസം റെഡിയായി. ഇനി ഒഴിച്ചു വെക്കാം. പായസം റെഡിയായി. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന പായസമാണ്. ഇതിപ്പോൾ ചൂടാണ്, ചൂടാറി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് തണുത്ത് നന്നാക്കി ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ചൂടോടെ കഴിക്കാൻ പറ്റില്ലല്ലോ പായസം. ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.